ഓണം ആവാനായിട്ട് ഇനി ഒരു മാസം തികച്ചില്ല. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് മീ. എന്റെ മുടി എന്താ ഇങ്ങനെ? മുടിയൊന്നും ഒട്ടും തന്നെ ഫ്രഷ് അല്ല. ആൻഡ് മൈ സ്കിൻ ഗ്ലോ എന്ന് പറയുന്ന ഒരു സാധനം എന്റെ സ്കിന്ന് കണ്ടിട്ട് പോലും ഇല്ല കുറെ കാലമായിട്ട്. ടിപ്സിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട. പോയി മൂട് പോയി. അല്ല, മൂടൊക്കെ പോവാൻ വരട്ടെ. ഇങ്ങനെ ആയാൽ ശരിയാവില്ല. വി ഹാവ് ടു മേക്ക് ദിസ് റൈറ്റ്. ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ എ ഗ്ലോ അപ്പ്. അപ്പൊ എങ്ങനെയാ, ഒരു ഫെസ്റ്റീവ് സീസണിന് വേണ്ടി ഒരു ഗ്ലോ അപ്പ് ഒക്കെ ആയാലോ? ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഹെയർ കെയർ. ഹെയർ കെയറിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് ഓഫ് ഹെയർ ഓയിലിംഗ്. ഞാനിവിടെ കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതന്നെ എടുത്താൽ മതി. ആൻഡ് ഹെയർ വാഷിന് മുൻപ് എനിക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. മൈക്രോവേവ് ഓവൻ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് എണ്ണ ഒന്ന് ചൂടാക്കിയാൽ മതി. സ്റ്റൗ ആണെങ്കിൽ ഡയറക്ട്ലി എണ്ണ ജസ്റ്റ് കുറച്ച് സെക്കൻഡ് ഒന്ന് ചൂടാക്കുക, അല്ലെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്താൽ മതി. ഇനി ഇതൊന്നും ചെയ്യാൻ വയ്യെങ്കിലും നോ പ്രോബ്ലം. ജസ്റ്റ് ഹെയർ ഓയിൽ എടുക്കുക, ഹെയറിൽ മൊത്തം നല്ല രീതിയിൽ തേച്ച് കുറച്ച് നേരം ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. ആൻഡ് മസാജ് ചെയ്യുന്ന ടൈമിൽ തല ഇതേപോലെ ബെൻഡ് ചെയ്ത് മസാജ് ചെയ്യാനും കൂടെ വേണ്ടി ശ്രദ്ധിക്കുക. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ ഓവറോൾ സ്കാൽപ്പ് ഹെൽത്തിനൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് പാർട്ട്. കൈകൊണ്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം എനിക്ക് ഈ ഒരു മസാജർ വെച്ച് മസാജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് 3 മോഡ്സിൽ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. നല്ല ഫാസ്റ്റ് ആയിട്ടും, പിന്നെ മീഡിയം ആയിട്ടും, പിന്നെ ഭയങ്കര സ്ലോ ആയിട്ടും. തലയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആയി പൊക്കോളും. ആൻഡ് വേറെ ആരെങ്കിലൊക്കെ ഇത് ചെയ്ത് തരികയാണെങ്കിൽ നല്ല സുഖമാണ്. ഈ ഒരു മസാജറിന്റെയും ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു വീഡിയോന്റെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോട്ട് പോകാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു അപ്ലൈ എ ഹെയർ മാസ്ക്. ഞാൻ എപ്പോഴും 2 രീതിയിൽ ചെയ്യും. ഒന്നല്ലെങ്കിൽ സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് വീട്ടിലുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ച് തലയിൽ തേക്കും. ആൻഡ് ഇന്ന് ഞാൻ അലോവേറയാണ് തേക്കുന്നത്. അലോവേറ മാത്രമേ തലയിൽ തേക്കുന്നുള്ളൂ. ചില സമയങ്ങളിൽ ഞാൻ മുട്ട തേക്കാറുണ്ട്. മുട്ട പക്ഷെ തേച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. കുറേ ഷാമ്പൂ ഇട്ട് കഴുകി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോകുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്ത് അവക്കാഡോ അല്ലെങ്കിൽ പഴമൊക്കെ ഉടച്ചിട്ട് അതൊക്കെ ഞാൻ മുടിയിൽ തേക്കാറുണ്ട്. നിങ്ങളുടെ മുടിക്ക് ഏതാണോ നല്ലത് അതെടുത്ത് തലയിൽ തേക്കുക. ഇനിയിപ്പോൾ ഇതൊന്നും തലയിൽ തേച്ചില്ലേലും ഒരു കുഴപ്പമില്ല. എല്ലാം നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. മുടി കഴുകുന്ന ടൈമിൽ എനിക്ക് ഈ ഒരു സ്കാൽപ്പ് മസാജർ യൂസ് ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ്. സ്കാൽപ്പൊക്കെ ഒന്നുകൂടെ നന്നായി ക്ലെൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്കാൽപ്പ് മസാജർ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ഹെയർ വാഷ് ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന സെറം ആണ്. എന്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, മിനിമലിസ്റ്റിന്റെ ഈ ഒരു ഹെയർ ഗ്രോത്ത് സെറം. എനിക്ക് അത്യാവശ്യം റിസൾട്ട്സ് ഈ ഒരു ഹെയർ ഗ്രോത്ത് ഓയിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ആഫ്റ്റർ ദിസ് ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിടാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹെയർ വാഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ മുടി അപ്പം തന്നെ സെറ്റ് ചെയ്തിടും. എയർ ഡ്രൈ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് അടുത്ത ഹെയർ വാഷ് വരെ അതേപോലെ ഫ്രിസി ആയിട്ട് നിൽക്കും. പക്ഷെ ഒറ്റൊരു തവണ ഹെയർ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹെയർ വാഷ് വരെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഹെയർ കെയർ ഇസ് ഓൾ ഡൺ. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഇസ് ബോഡി കെയർ. ഞാൻ കുറേ കാലമായി ബോഡി കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഐ ഡു ഇസ് ഡ്രൈ ബ്രഷിംഗ്. ഇത് പലരും ചെയ്യാത്തൊരു കാര്യമായിരിക്കും. ആൻഡ് എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെള്ളമൊന്നും നനയ്ക്കാത്ത ഡ്രൈ ആയിട്ടുള്ള ലൂഫിയോ ബ്രഷോ യൂസ് ചെയ്തിട്ട് ബോഡി മൊത്തം ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കും. ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാന്ന് പറഞ്ഞിട്ടാണ് ഇത് എല്ലാവരും ചെയ്യാറുള്ളത്. ബട്ട് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തോന്നിയിട്ടുള്ളത് എന്തിനാണെന്നറിയോ? ബോഡിയൊക്കെ ഷേവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മേത്ത് ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ ഉണ്ടാവാറില്ലേ, അതൊക്കെ ശരിയാവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇത് എപ്പോഴും ചെയ്യാൻ പാടില്ല. വീക്ക്ലി 1 or 2 തന്നെ ധാരാളമാണ്. ആൻഡ് അടുത്തതായിട്ട് ബോഡി സ്ക്രബിങ്. ഡ്രൈ ബ്രഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി സ്ക്രബ് യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു ബോഡി സ്ക്രബ് ഞാൻ വാങ്ങിച്ചതിന് ശേഷം യൂസ് ചെയ്തിട്ടില്ല. സോ ഞാൻ ഇന്നൊന്ന് യൂസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പ്ലസ് ഇതൊരു നറിഷിംഗ് ആയിട്ടുള്ള ഒരു ബോഡി സ്ക്രബും കൂടെയാണ്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും സ്കിൻ അങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോകുന്നില്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ ഹൈപ്പ് കണ്ട് വാങ്ങിച്ചതാണ്. ആൻഡ് ഇറ്റ് ഈസ് വെർത്ത് ദ ഹൈപ്പ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ബോട്ട് ആയിട്ടുള്ള ഇതേപോലത്തെ ബോഡി സ്ക്രബ് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ബോഡി സ്ക്രബ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒന്നല്ലെങ്കിൽ പഞ്ചസാരയും ഹണിയും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി അതിൽ കുറച്ച് കടലമാവ്, ഹണി അല്ലെങ്കിൽ തൈരൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെയും ബോഡി സ്ക്രബ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന പോലത്തെ ഇൻഗ്രീഡിയൻസും എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നോക്കുക.
ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ എൻ്റെ ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട്. ലെറ്റ് മീ ടെൽ യു, എനിക്ക് ബോഡി ഹെയർ റിമൂവ് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യേ വേണ്ട. ബോഡി ഹെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ആൻഡ് അത് റിമൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണ്. മറ്റുള്ളവരെ കണ്ട് അതേപോലെ അനുകരിക്കാനൊന്നും നിൽക്കരുത്. ഇഷ്ടമാണെങ്കിൽ കണ്ണും മുട്ടി അങ്ങോട്ട് ചെയ്യുക, ആരും നോക്കണ്ട. ഇനിയിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട, അതിനും ആരെയും നോക്കണ്ട. ഞാൻ എപ്പോഴും ബോഡി ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഷേവ് ചെയ്യാണ് ചെയ്യാറുള്ളത് ആൻഡ് വീനസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. വാക്സിങ് ഞാൻ ആകെ ഒറ്റൊരു തവണ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരു ടൈമിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ആൻഡ് ഷേവ് ചെയ്യുമ്പോൾ ബേസ് ആയിട്ട് ഞാൻ എപ്പോഴും കണ്ടീഷണർ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഷേവിംഗ് ഫോം തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ റേസർ നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ബൈ ദ ബൈ, ഇതൊക്കെ ഹോൾ ബോഡിയിൽ ചെയ്യേണ്ട പരിപാടിയാണ്. ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ഒരു കയ്യിൽ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബോഡിയിൽ ചെറിയ നനവുള്ള ടൈമിൽ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്ന ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ട്രൈ ടു അവോയ്ഡ് സെന്റഡ് മോയ്സ്ചറൈസർ. സെന്റഡ് അല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അവീനും ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുക. നല്ല തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് എന്തായാലും പറ്റിയൊരു സാധനമാണ്. സോ അടുത്തതായിട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫേസ് കെയർ. ഇനി ഞാൻ ഫേഷ്യൽ ഹെയറും കൂടെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാറില്ല. എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ ഉണ്ടാവുന്ന ടൈമിൽ മാത്രമേ റിമൂവ് ചെയ്യാറുള്ളൂ. കാർമേസിയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യും. തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ പിടിച്ചിട്ട് ഇതേപോലെ അങ്ങോട്ട് ഗ്ലൈഡ് ചെയ്യും. കുറെ ആൾക്കാരുടെ ഡൗട്ടാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വളരുമോ എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഓൾറെഡി ഉള്ള ഹെയർ എങ്ങനെയാണോ വളരുക അതുപോലെ തന്നെ വളരുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഭയങ്കര തിക്കായിട്ട് വളരുന്നതല്ല, നമുക്ക് കാണുമ്പോൾ തിക്നെസ് ഉള്ള പോലെ തോന്നുന്നതാണ്. നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്ന ഹെയർ എന്ന് പറഞ്ഞാൽ അറ്റത്ത് ഭയങ്കര തിന്നായിരിക്കുമല്ലോ. വൺസ് നമ്മൾ ഇത് ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഈ തിന്നായിട്ടുള്ള മുടി മാറി നല്ല ബ്ലണ്ട് ആയിട്ടുള്ള കട്ട് വരുമല്ലോ. പിന്നീട് ആ ബ്ലണ്ട് ആയിട്ടുള്ള കട്ട് മുകളിലോട്ട് ഇങ്ങനെ വളർന്ന് വരുമ്പോൾ നമുക്ക് തിക്നെസ് ഉള്ള പോലെ തോന്നുകയാണ്. എന്തായാലും ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2-3 ഇയേഴ്സ് ആയിട്ട്. ഇത്രയും കാലമായിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഐസ് എടുത്ത് മുഖത്തും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ഞാനൊരു നോസ് പോർ സ്ട്രിപ്പും കൂടെ ഒട്ടിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആക്ച്വലി ഈ നോസ് പോർ സ്ട്രിപ്പ് ഒക്കെ ഒരു ഗിമിക്കാണ്. ശരിക്കും നമ്മുടെ വൈറ്റ് ഹെഡ് ഓർ ബ്ലാക്ക് ഹെഡ് ഒന്നും വരാറില്ല. മുകളിലുള്ള ചെറിയ ചെറിയ ലെയേഴ്സ് ആണ് വരുന്നത്. അത് നമുക്ക് വൈറ്റ് ഹെഡ് ആയിട്ട് തോന്നുന്നതാണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒട്ടിച്ച് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ മൂക്കിന് കിട്ടുന്ന ഒരു സോഫ്റ്റ്നെസ് അതിന് വേണ്ടി തന്നെ ഞാനിത് ഒട്ടിക്കും. റൈറ്റ് നൗ ഞാൻ എൻ്റെ സ്കിന്നിന് ഒരു ഹീലിംഗ് ടൈം കൊടുത്തിരിക്കുകയാണ്. ഞാൻ സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്യാറില്ല, ഇൻക്ലൂഡിങ് മോയ്സ്ചറൈസർ ഓർ എ സൺസ്ക്രീൻ. എൻ്റെ സ്കിന്ന് ഭയങ്കര റിയാക്റ്റീവ്, അതുകൊണ്ട് എന്ത് തേച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് കുരു വരും. ആയതിനാൽ സ്കിൻ കെയർ എന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് കംപ്ലീറ്റ്ലി സ്കിൻ ഒന്ന് ഹീൽ ചെയ്തതിന് ശേഷം സ്കിൻ കെയർ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. സോ ഞാൻ ഫേസ് മാസ്കോ ഷീറ്റ് മാസ്കോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പകരം ഞാൻ ജസ്റ്റ് ഒരു അണ്ടർ ഐ പാച്ച് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മുഖത്ത് ചെറിയ ചെറിയ പിമ്പിൾസ് വന്നിട്ടുണ്ട്. സോ ഞാനൊരു പിമ്പിൾ പാച്ചും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പിമ്പിൾ പാച്ച് ടെർമറിക്കും നീമും കൂടെ കലർന്നിട്ടുള്ളൊരു സാധനമാണ്. ഈ പാക്കറ്റ് തുറന്നപ്പോഴാണെങ്കിൽ നല്ല മണം ഉണ്ടായിരുന്നു. മുൻപൊരിക്കൽ ഈ ഒരു ബ്രാൻഡിന്റെ ഒരു പിമ്പിൾ പാച്ച് അജി എനിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പിമ്പിൾ പാച്ച് ആയിരുന്നു. ഞാൻ അതാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തത്. പക്ഷെ ഇത് ഇങ്ങനെയായി പോയി. സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പറയാനാണെങ്കിൽ ഇതെനിക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടാണ് തോന്നിയത് മറ്റേതിനേക്കാളും. ആൻഡ് കമ്മിങ് ടു ദ നെയിൽ കെയറിന് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. കടിൽ ക്ലൗഡ് ചാനലിലല്ല, എന്റെ തന്നെ സെക്കൻഡ് ചാനലായിട്ടുള്ള കടിൽ ടോക്സിലാണ് ഇട്ടിട്ടുള്ളത്. ആൻഡ് ഇതാണ് ആ ഒരു വീഡിയോ. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നെയിൽ കെയറിനെ പറ്റി മാത്രമല്ല പറയുന്നത്, ഒരു ഹോൾ മാനിക്യൂർ റുട്ടീൻ 0 ബഡ്ജറ്റിൽ വീട്ടിൽ എങ്ങനെ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. താല്പര്യമുള്ള ആൾക്കാർ ആ ഒരു വീഡിയോ കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോന്റെ ഏറ്റവും ലാസ്റ്റ് ഉള്ള എൻഡ് സ്ക്രീനിലും കൂടെ ഞാൻ ആ ഒരു വീഡിയോ കൊടുക്കാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലെറ്റ്സ് ടേക്ക് കെയർ അവർ ലിപ്സ്. ലിപ് കെയറിനായിട്ട് ഞാൻ എപ്പോഴും അധികം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. വൺസ് ഇൻ എ വൈൽ ഞാൻ ഈ ഒരു ലിപ് സ്ക്രബ് അപ്ലൈ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ഷുഗറും കുറച്ച് ഹണി എടുത്തിട്ട് ചുണ്ടിൽ നല്ലപോലെ റബ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ ഫൈൻ ആയിട്ടുള്ള ഷുഗർ ആണെങ്കിൽ നല്ലതാണ്. ബ്രൗൺ ഷുഗർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി. ഇത് തേച്ച് ഒരു 5-10 മിനിറ്റ് വെക്കുക, എന്നിട്ട് കഴുകി കളയുക. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടൊക്കെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. പോരാത്തതിന് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നമ്മുടെ ചുണ്ടൊക്കെ നല്ല പിങ്കി ആയിട്ട് തോന്നും. ഇപ്പൊ ഞാൻ എന്റെ ലിപ്സിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ നല്ല പിങ്കി
ആയിട്ടില്ലേ. ഇതിനുശേഷം നല്ല തിക്കായിട്ട് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ പിങ്ക് കളർ വാസ്ലിൻ ലിപ് ബാം. ഐ ലിറ്ററലി സ്വെയർ ബൈ ദിസ്. ഈ ഒരു സാധനം നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, എന്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് കാണുന്നുണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ലിപ് കെയർ ഇസ് ഓൾ ഡൺ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ എൻ്റെ ഗ്ലോ അപ്പ് റുട്ടീൻ. എൻ്റെ മുഖത്ത് ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, നോ മേക്കപ്പ്, നത്തിങ്. ആകെ ഒരു ടിൻറ്റഡ് ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ. ബെയർ ആയിട്ട് എൻ്റെ ഫേസ് തന്നെ ഇപ്പം ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ പുറത്ത് കുറച്ച് ലിപ്സ്റ്റിക്കും കണ്ണും ഒക്കെ എഴുതി കഴിഞ്ഞാൽ അടിപൊളി. ആൻഡ് ഫെസ്റ്റീവ് സീസൺ ആയിട്ട് കുറച്ചൊക്കെ ഒരു ഗ്ലോ നോക്കി നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ഔട്ട് ദിസ് റുട്ടീൻ. ഇപ്പം ഞാൻ കാണിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റും. സോ ഡു ലെറ്റ് മീ നോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഹെൽപ്ഫുൾ ആയോ എന്നൊക്കെ. ഓ മൈ ഗോഡ് ഗൈസ്, കുറേ കാലം എൻ്റെ മുഖത്ത് ഞാൻ ഇത്രയും ഷൈനൊക്കെ കണ്ടിട്ട്. എക്സൈറ്റ്മെന്റ് പീക്കാണ്. എന്തായാലും see you guys in the next video. Love you guys. Take care.